വാർത്തകളിലേക്ക്. കോഴിക്കോട് കുന്നമംഗലത്ത് പൂനൂർ പുഴയിൽ കാണാതായ വയോധികയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. താളിക്കുണ്ട് സ്വദേശിനിയായ രാധയെ 3 ദിവസം മുൻപാണ് കാണാതായത്. ഫോണും ചെരുപ്പുകളും കണ്ടെത്തിയ താളിക്കുണ്ട് കടവിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലത്തിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. സനീറ്റ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സനീറ്റ, എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്? രാധി എന്ന വയോധികയെ കാണാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ആ വയോധികയ്ക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുക തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസം ഇത്തരത്തിൽ തിരച്ചിൽ നടന്നിട്ടും യാതൊരു സൂചനയും ലഭിക്കാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ രാധയുടെ ഫോണും ചെരുപ്പുകളും കണ്ടെത്തിയ താളിക്കുന്ന് കടവിൽ നിന്ന് തന്നെയാണ് ഇന്നും പരിശോധന തുടങ്ങുന്നത്. കടവിന്റെ ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ഇന്ന് തിരച്ചിൽ നടക്കുക. ഈ പ്രാദേശിക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഫയർ യൂണിറ്റ്, മുങ്ങൽ വിദഗ്ധർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് എന്തായാലും തിരച്ചിൽ നടത്തുക. എന്തായാലും ഈ അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ പുഴയുടെ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ടെങ്കിലും ഈ പുഴയിൽ ഒരിക്കൽപ്പെട്ടി എത്തിയ ഈ മുളകളും അതുമാത്രമല്ല മരങ്ങളുടെ ശിഖരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ അത്ര കണ്ട് എളുപ്പമല്ല എന്നും ഈ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ഇന്നും തിരച്ചിൽ തുടരുന്നുണ്ട്. രുചീഷ്. ശരി സനീറ്റ.